കേരളം ഒന്നാമതെത്തിയപ്പോൾ 100% ഓണ്ടർപ്രണർഷിപ്പ് ഫീഡ്ബാക്കും എന്നാണ്. അതുകൊണ്ട് ഐ am very grateful to the entrepreneurship community for expressing the confidence with the government to creating this ecosystem. എന്നാൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾക്ക് പറഞ്ഞതും അവിടെ നടന്ന ബഹളവും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ട് സാധ്യമായി? അതാണ് എൻ്റെ ലാസ്റ്റ് പോയിന്റ്. ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഗവൺമെന്റ്. കണ്ടിന്യൂറ്റി ഓഫ് ദ ഗവൺമെന്റ് മീൻസ് കണ്ടിന്യൂറ്റി ഓഫ് ദ പോളിസീസ്. ഒരു തുടർച്ചയുണ്ടായി. 2016, 2021 കഴിഞ്ഞ് 2021 ഒരു തുടർച്ചയുണ്ടായി. ഞാൻ മിനിസ്റ്ററാകുമ്പോൾ എനിക്ക് 2021 വരുമ്പോൾ പുതിയ പോളിസീസ് എങ്ങനെ, അത് സമയം എടുക്കേണ്ടി വന്നില്ല. നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ ഗിയർ മാറിക്കൊണ്ടിരിക്കുക. എനിക്കൊരു സെക്കൻഡ് ഗിയറിൽ കിട്ടി, പിന്നെ ഞാൻ 3rd ഗിയർ, 4th ഗിയർ, 5th ഗിയറിലേക്ക് മാറ്റും. പക്ഷെ നിങ്ങളുടെ വണ്ടി നിന്ന് പോയാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം, ഓയിൽ നോക്കണം, എല്ലാം നോക്കിയെടുക്കാൻ തന്നെ 2 വർഷം എടുക്കും. ഏത് മാറ്റം വന്നാലും പിന്നെ ഗിയർ മാറി വരുമ്പോഴേക്കും 5 വർഷം കൊണ്ട് സെക്കൻഡ് ഗിയറിലെത്തുള്ളൂ. എന്നാൽ കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇപ്പം നമ്മൾ ടോപ്പ് ഗിയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കണ്ടിന്യൂറ്റി തുടരുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഇവിടെ തന്നെ ജോലി ചെയ്യാനും ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും ഇവിടെ വരാനും കഴിയുന്ന സാഹചര്യമുണ്ടാകും. The chief guest for the evening and our well-wisher, the Honorable Minister for Industries, Law and COIR, Government of Kerala, Sri P. Rajiv, to address the gathering. മലയാളം മതിയല്ലോ അല്ലേ? ടൈ കേരള വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. And at the outset, I would like to congratulate the entire Thai Kerala team for taking that much initiative to spread the entrepreneurship awareness among the society. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തായിരുന്നു. 4 ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് കോഴിക്കോട് വലിയൊരു 12 lakhs square feet ഉള്ള പുതിയ പ്രൊജക്റ്റിൻ്റെ, പിന്നെ 3 സിറ്റികളിലെ ഡാറ്റാ സെൻറ്റർ, പിന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു പ്രോജക്റ്റ്, വേറെ ഒന്നുകൂടി 4 നമ്മുടെ മീറ്റ് ദ ഇൻവെസ്റ്റർ 4 പ്രോഗ്രാം ഇന്നുണ്ടായിരുന്നു. പിന്നെ വന്ദേ ഭാരത് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പരിപാടിക്ക് സമയത്തിന് എത്താൻ പറ്റി. കേരളയിൽ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടി നേരത്തെ എത്തിയേനെ. എന്തായാലും കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. ടൈ കേരളയുടെ കോൺഫറൻസിൽ മന്ത്രിയായതിനു ശേഷം ഞാൻ ആദ്യം പങ്കെടുത്തപ്പോൾ അന്നൊരു കോൺസെപ്റ്റ് ഞാൻ മൂട്ട് ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് വർക്ക് ഫ്രം കേരള. കേരളത്തിൽ എല്ലാവർക്കും വന്ന് വർക്ക് ചെയ്യാം. അന്നാണ് ആദ്യമായി ആ കോൺസെപ്റ്റ് നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു എല്ലാവരും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് റിയാലിറ്റി ആയിരിക്കുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഇപ്പോൾ വി ഹാവ് ഓൺലി 110 days ഫോർ ആക്ഷൻ ഫോർ ദിസ് മിനിസ്ട്രി. അതിലൊരു 20-25 days ഇപ്പോൾ എലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ ഉള്ളത് കൊണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ 110 days എന്നൊരു 20-25 days പോകും. ഇനി വെരി ലിമിറ്റഡ് ടൈം ഫോർ ആക്ഷൻ ഫോർ ദിസ് ഗവൺമെൻറ്. നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്നവർക്കറിയാം, എൻ്റെ മൊബൈലിലും എൻ്റെ സിസ്റ്റത്തിലും എൻ്റെ ഓഫീസേഴ്സിൻ്റെ സിസ്റ്റത്തിലും കൗണ്ട് ഡൗൺ ഉണ്ട്. 100 days, how many hours, how many minutes, how many seconds, അത് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ചെയ്യുമ്പോൾ അതൊരു മുന്നറിയിപ്പിന് മാത്രമല്ല, ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് കൗണ്ട് ഡൗൺ വി ഹാവ് ഡെവലപ്ഡ് എ റോഡ് മാപ്പ് ആൻഡ് ആൻ ആക്ഷൻ പ്ലാൻ. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, നമ്മുടെ ഇൻവെസ്റ്റ് സമ്മിറ്റ് ഇറ്റ് ഷുഡ് ബി ഓൺ 2025. 2022 നടത്താം, വേണമെങ്കിൽ 23rd നടത്താം, പക്ഷെ 24th നടത്താം. പക്ഷെ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു 2025 മതി. അതിന് കാരണം, ഇൻ അവർ പെർസ്പെക്റ്റീവ് ദിസ് ഈസ് നോട്ട് ആൻ ഇവൻറ്റ്, ഇറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ ഓഫ് ദ പ്രോസസ്. ഒരു പ്രോസസ്സാണ് ഈ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ നമ്മുടെ റാങ്കിങ് EODB 28 ആയിരുന്നു. ഡിഫാക്ട് നോബഡി വാസ് ബിഗൈൻഡ് അസ് അറ്റ് ദാറ്റ് ടൈം.
പക്ഷെ അന്ന് ആർക്കും ഒരു ആശയക്കുഴപ്പമുണ്ടായില്ല ഈ റാങ്കിങ്ങിനെ കുറിച്ച്. പെർഫെക്റ്റ് റാങ്കിങ് ആണ്, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ റാങ്കിങ് ഉണ്ടോ? ലോകത്ത് ഒരു മന്ത്രിക്കും ഒരു പക്ഷേ ഇത്രയും സമയം ഈ നെഗറ്റീവ് പ്രൊപ്പഗൻഡയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിനൊരു റെക്കഗ്നേഷൻ കിട്ടിയാൽ നമ്മുടെ മീഡിയ അത് ആഘോഷിക്കും, എല്ലാവരും ആഘോഷിക്കും. നമുക്ക് റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരുടെയും ഗവേഷണം ഇങ്ങനെ ഒന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്തിലെ വേൾഡ് ബാങ്ക് പറഞ്ഞത് ബിഗ്ഗസ്റ്റ് മിഷൻ ഇൻ ദ വേൾഡ്, ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിഷൻ. വേൾഡ് ബാങ്ക് പറഞ്ഞു മൊബൈൽ. ഒത്തിരി നേരത്തെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം, ഇപ്പോൾ വേണ്ട ChatGPT, സെവറൽ AI ടൂൾസ്, ഇപ്പോൾ AI ഏജൻസ് ഉണ്ട്. അവരോട് ചോദിച്ചാൽ എല്ലാ റിപ്പോർട്ട്സും തരും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്താ? 2015 മുതൽ BRAP ആണ്. ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് BRAP, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ദാറ്റ് ഈസ് നോൺ ആസ് EODB. സൈറ്റിൽ പോയാൽ തന്നെ EODB സൈറ്റ്, പക്ഷേ BRAP റാങ്കിങ് ആണ് 2015 മുതൽ. അപ്പോൾ മലയാളത്തിലെ ഒരു മാധ്യമം ഒരു മന്ത്രി കൈ കിട്ടിയപ്പോൾ ആദ്യത്തെ ചോദ്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ് ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നാമത് കിട്ടിയേക്കാം. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇങ്ങനെ ഇല്ലയെന്ന് സ്ഥാപിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ റാങ്കിങ് ഇപ്പോൾ ഇല്ല. അപ്പോൾ എല്ലാവരും പറയും മന്ത്രി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചെങ്കിലും അത് മന്ത്രി പറയുള്ളൂ. 2015 ചോദിച്ചാൽ ഇതേ പറയുള്ളൂ, 16 ചോദിച്ചാൽ ഇതേ പറയുള്ളൂ. ഞങ്ങൾ 28-ലെത്തിയ 2020 ചോദിച്ചാലും ഇതേ പറയുള്ളൂ. അന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ല. കാരണം റാങ്കിങ് BRAP ആണ്. പിന്നെ വാട്ട് ഇസ് ദ മെത്തഡോളജി ഓഫ് ദിസ് റാങ്കിങ്? ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ലാസ്റ്റ് റാങ്കിങ് is exclusively based on feedback from the entrepreneurship community. 100% feedback, only subjective analysis. If you have implemented 90-95% of the reform, then you are eligible for getting to that category, top achiever, then 90+ achiever, then emerging, then 4 categories are there. പക്ഷെ നിങ്ങളതിലേക്ക് എത്തണമെങ്കിൽ കോൾ സെൻ്റർ ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്. അങ്ങനെ ഓൺടർപ്രണർഷിപ്പ് കമ്മ്യൂണിറ്റിയുടെ ഫീഡ്ബാക്കാണ് 100% റാങ്ക് നിശ്ചയിക്കുന്നത്. കേരളം ഒന്നാമതെത്തിയപ്പോൾ 100% ഓൺടർപ്രണർഷിപ്പ് ഫീഡ്ബാക്കും എന്നാണ്. അതുകൊണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ ഓൺടർപ്രണർഷിപ്പ് കമ്മ്യൂണിറ്റി ഫോർ എക്സ്പ്രസിംഗ് ദ കോൺഫിഡൻസ് വിത്ത് ദ ഗവൺമെൻറ് ടു ക്രിയേറ്റിംഗ് ദിസ് ഇക്കോസിസ്റ്റം. ഇത്തവണ സ്ലൈറ്റ്ലി ഡിഫറൻസ്. 70% ഒബ്ജക്റ്റീവ്, അല്ല 30% ഒബ്ജക്റ്റീവ്, 70% ഫീഡ്ബാക്ക്. ഈ വർഷത്തെ BRAP റാങ്കിങ് അതിൻ്റെ റിപ്പോർട്ടും പബ്ലിക് ഡൊമൈനിലുണ്ട്. 3 ലക്ഷം പേര് മറ്റവർ ആകെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട്. അതിൽ ഇൻ്റർവ്യൂ നടത്തിയത് എത്ര, സൂം ഇൻ്റർവ്യൂസ് നടത്തിയത് എത്ര, ഫിസിക്കലായിട്ടുള്ള എങ്ങനെയാണ് ഒപ്പീനിയൻ തേടിയിട്ടുള്ളത്, അതെല്ലാം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവർ എക്സ്പെക്റ്റേഷൻ ഇസ് വിത്തിൻ 10. യഥാർത്ഥത്തിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വി ഷുഡ് ബൈ വിത്തിൻ 10th റാങ്കിങ്. അതായത് നമ്മൾ അത്ര ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ മോർ ദാൻ 91% വി ഹാവ് ഇംപ്ലിമെൻറ്റഡ്. പക്ഷേ 15 ആയുള്ളൂ. എന്തുകൊണ്ട്? വൈ? ഇപ്പം ഞങ്ങൾ വിശദമായിട്ട് നോക്കി. അപ്പോൾ ഫീഡ്ബാക്ക് മോശമായിരുന്നു. വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട് മിസ്റ്റർ ജോൺ കേരളത്തിൽ? തരക്കേടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആവറേജായി. എങ്ങനെയുണ്ട് മിസ്റ്റർ ജീമോൻ നിങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇവിടെ ലൈസൻസിങ് കിട്ടുന്നത്? ആവറേജാണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ആയിരുന്നു പ്രശ്നം. അതുകൊണ്ട് ദെൻ ഐ വെൻ ടു ദ ഓൺടർപ്രണർഷിപ്പ്. ദിസ് വാട്ട് ഷുഡ് വി ഡു ടുഗദർ to change this scenario, to strengthen the ecosystem, to attract more investment, to generate more employment opportunities to our own youth. അതാണ് ഞങ്ങൾ എല്ലാ ജില്ലയിലും പോയി ചെയ്തത്. അതുപോലെ ഓർഗനൈസേഷനായിട്ട് ഡിസ്കസ് ചെയ്തു. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനനുസരിച്ച് വി ഹാവ് ചേഞ്ച് എ ലോട്ട്. ലെജിസ്ലേറ്റീവ് ചേഞ്ചസ്, റൂൾസ് അമെൻമെൻറ്റ്സ്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, ന്യൂ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ അതോടുകൂടി ചിത്രം മാറി. പിന്നെ ഈ ഗവൺമെൻറ് ഒറ്റയ്ക്ക് വിചാരിച്ചൊന്നും നടക്കില്ല.
നമ്മളിപ്പോൾ കൺസിസ്റ്റൻസിയായി. ദിസ് ടൈം ഓൾസോ വി ഹാവ് ബീൻ റാങ്ക് ദ നമ്പർ 1. വി ആർ ഇൻ ദ ഫാസ്റ്റ് മൂവേഴ്സ് ഇൻ ഈസ് ഓഫ് ഡു ബിസിനസ് ഓഫ് ഇന്ത്യ. ഈ കൺസിസ്റ്റൻസി ശരിക്കും ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എ ടീം വർക്ക്. നൗ Vivek has mentioned about the teamwork of the government. But in my perspective, it is the teamwork of all of us, including Entrepreneurship Committee, CIA, FICCI, Kerala Small Scale Industries Organization, and also trade unions, except some media. അവർ കൂടി ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടി വിസിബിൾ ആകാമായിരുന്നു. നിങ്ങളിപ്പോൾ ലണ്ടൻ എക്കണോമിസ്റ്റിൻ്റെ പുതിയത് കണ്ടില്ലേ? Left paradise in the world. The other parts of the country should learn from Kerala. And other parts of the world also should learn from the Kerala. Some parts of the world. അതാണ് അവരുടെ കൺക്ലൂഷൻ. അപ്പോൾ വെൽഫെയർ ആണ്. പക്ഷെ ഒരു ഭാഗം നേരത്തെ കേരളം വ്യവസായത്തിൽ വളരെ മോശമായിരുന്നു. അവർ പറയുന്നുണ്ട് ട്രേഡ് യൂണിയൻസ്, പ്രശ്നങ്ങൾ, ബഹളങ്ങൾ. നൗ ഇറ്റ് ഈസ് ഓൾസോ ചേഞ്ചിങ്. അവരുടെ റാങ്കിങ്ങിൽ നമ്മൾ 9th ആയി. അവരുടെ റാങ്കിങ് എല്ലാ ഘടകങ്ങളാണ്. ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം മാത്രമല്ല, ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വരവ്, അതെല്ലാം നോക്കിക്കൊണ്ട് എക്കണോമിസ്റ്റിൻ്റെ ഇന്ത്യയിലെ റാങ്കിങ്ങിൽ നമ്മൾ 9th എന്നുള്ളതും ഒരു റെക്കഗ്നേഷനാണ്. പക്ഷെ അതധികം നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇനി എത്ര മുന്നോട്ട് പോകാൻ കഴിയും? അതിപ്പോൾ യു ഹാവ് സീൻ ദ വിഷൻ 2031. ഞാൻ പറയുന്നു, നമ്മൾ ഇതേപോലെ അങ്ങ് പോവുകയാണെങ്കിൽ 2031 ആകുമ്പോൾ കേരളം ലോകത്തിൻ്റെ തന്നെ ഒരു നോളേജ് ഇൻഡസ്ട്രീസിൻ്റെയും ESG ഇൻഡസ്ട്രീസിൻ്റെയും ഒരു ഡെസ്റ്റിനേഷനായി മാറും കേരളം. കഴിഞ്ഞ ഇതിൽ ഞാൻ പറയാം, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ്ങിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഹൈടെക് മാനുഫാക്ചറിങ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പല മീറ്റിങ്ങിലും ഞാൻ C കർവ് പറയാറുണ്ട്. C കർവിൽ ഈ 2 സൈഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ്, അതിൻ്റെ R&D, ഡിസൈൻ, പ്രോട്ടോടൈപ്പ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. ദെൻ മാനുഫാക്ചറിങ്, ലെസ് വാല്യൂ അഡീഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, സർവീസ് ആഫ്റ്റർ സെയിൽസ്. ദീസ് 2 സൈഡ്സ് ഓഫ് ദ കർവ്, സ്മൈൽ കർവ്, അതാണ് കൂടുതൽ വാല്യൂ അഡീഷൻ വരുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ 2 സൈഡാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിക്ലറേഷൻ കണ്ടു. 56,000 crores ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പെക്ടിങ് 1,500 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ബിഗാണ്, 56,000 crores. പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്നത് 1,500 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഇനി ഒരു 0 വിട്ടുപോയതാണെന്ന് അറിയില്ല. എന്നാൽ പോലും മാനുഫാക്ചറിങ്ങിൽ ഓട്ടോമേഷനാണ് ഇപ്പോൾ കൂടുതൽ. അതിവേഗത്തിൽ അതിലേക്ക് മാറുകയാണ്. ചിലർ പറയില്ല ഐഫോൺ $15 മാക്സിമം വരുള്ളൂ നിർമ്മിക്കാൻ. ഐഫോൺ എവിടെ നിർമ്മിക്കാം? ഇന്ന് ആഫ്രിക്ക, നാളെ വിയറ്റ്നാം, മറ്റന്നാൾ ചൈന, പിന്നെ ഇന്ത്യ, പിന്നെ ശ്രീലങ്ക, എവിടെ നിർമ്മിക്കാം. ബട്ട് ദിസ് സൈഡ് കോൺസെപ്റ്റ്, ഡിസൈൻ, ഓൾ R&D ഓൾവേസ് ഇൻ കാലിഫോർണിയ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണ്? കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ, കേരള ക്യാൻ ബി ദ കാലിഫോർണിയ ഓഫ് ഇന്ത്യ. അതർ പാർട്സ് മാസ് മാനുഫാക്ചറിങ് പ്ലേസസ്. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ കാലിഫോർണിയ ആകുക എന്നുള്ളതാണ്. ആ മേഖലയിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അത് ശരിയായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. 3rd പോയിന്റ്, ഇപ്പോൾ അസംബ്ലി കൂടിയിരുന്നല്ലോ. സ്പെഷ്യൽ അസംബ്ലി അല്ല, അതിന് മുമ്പത്തെ ലെജിസ്ലേറ്റീവ് സെഷൻ. ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടി ഞങ്ങൾ പാസ്സാക്കി. എനിബഡി ഈസ് അവെയർ ഓഫ് ദാറ്റ്? The last legislative session has passed an act exclusively for industrial sector. Nobody is aware of that. ഞങ്ങളുടെ കുറവുണ്ട്, ടൈഡിങ് കുറവുണ്ട്. എന്നാൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾക്ക് പറഞ്ഞതും അവിടെ നടന്ന ബഹളവും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റായ അതിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല.
അവർ ഈ ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം പോരാന്ന് പറഞ്ഞിട്ട് ബഹിഷ്കരിച്ചൊക്കെയായിരുന്നു. ഇപ്പോൾ ദേ ആർ എഗ്രി വിത്ത് ദാറ്റ്. ആ നിയമം ഒരു പുതിയ സംവിധാനം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് under the chairmanship of the chief minister and industries minister as the co-chairman. Other ministers, revenue, tourism and finance, all ministers are vice chairmans. പിന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി that is under the chairmanship of chief secretary. എല്ലാ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റും ഏത് വകുപ്പാകാം, വ്യവസായമാകാം, IT ആകാം, ടൂറിസം ആകാം, ഹെൽത്ത് കെയർ ആകാം, ഏത് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഈ കമ്മിറ്റിയാണ്. മുഖ്യമന്ത്രി ചെയർമാനും വ്യവസായ മന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് അത് സംബന്ധിച്ചുള്ള എന്തെല്ലാം ഇൻസെൻറ്റീവ്സ് കൊടുക്കണം, എന്തെല്ലാം റിലാക്സേഷൻ കൊടുക്കണം, ആ തീരുമാനമെടുക്കാൻ നിയമപ്രകാരം അധികാരമുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഇപ്പോൾ നിയമസഭ നിയമത്തിലൂടെ അംഗീകരിച്ചു കഴിഞ്ഞു. ശരിക്കും വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഈ നിയമമൊക്കെ പാസ്സാക്കുന്നത്. പക്ഷെ നിങ്ങൾ പോലും അറിയുന്നില്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു ഞാൻ പറയില്ല മീഡിയയുടെ ഒരു പ്രശ്നം. അതാണ് ഇത് മീഡിയ എല്ലാവരിലേക്ക് എത്തിക്കേണ്ടതാണ്. One another important bill, historical bill, we have passed in this session. Several historical bills we have passed in the last session. അതിലൊന്ന് റൈറ്റ് ടു സർവീസ് ആക്ട്. സാധാരണ രാജ്ഭവനിലേക്ക് പോയാൽ കുറച്ച് മാസം എടുക്കും. ഇനി സമയം വേണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സസൈസ് എങ്ങനെയായിരിക്കും നിയമമായി മാറുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഗവർണർ ഒപ്പുവെച്ച് തിരിച്ചു വന്നു. നൗ ദാറ്റ് ബിൽ ബിക്കം ആൻ ആക്ട്, ദാറ്റ് റൈറ്റ് ടു സർവീസ്. അതറിയാവുന്നവരൊന്ന് കൈപോക്കി അങ്ങനെ ഒന്ന് പാസ്സാക്കി. തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് എങ്കിലും അറിഞ്ഞു വിട്ടതാ അല്ലേ? ഇവരാണെ അറിഞ്ഞിട്ടുള്ളൂ. JD, only one. എക്കണോമിസ്റ്റ് JD വായിച്ചിട്ട് എനിക്ക് ആദ്യം അവിടെ നിന്ന് അയച്ചു തന്നത് തന്നെ. റൈറ്റ് ടു സർവീസ് ആക്ട് നേരത്തെ ഒന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് നോക്കി. അപ്പോൾ ആ ബില്ലിലൊരു വ്യവസ്ഥ ഞാൻ കണ്ടിരുന്നു. ഞാൻ നിയമമന്ത്രി എന്നാൽ ഒരു ദിവസം 5 ബില്ലുകൾ പാസ്സാക്കി ഈ നിയമസഭയിൽ. അതൊരു ഹിസ്റ്ററിയാണ്. അപ്പം അതിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സർവീസ് ടൈം കിട്ടുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് 500 രൂപ മുതൽ 5000 രൂപ വരെ ഫൈൻ ഈടാക്കാം. 2012 മുതലുള്ളതാണ്. ഇപ്പോൾ 1.5 ദശകമായിട്ട് 1.5 decades ഒരൊറ്റ ഉദ്യോഗസ്ഥനും ഫൈൻ ഈടാക്കേണ്ടി വന്നിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം പ്രവർത്തിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല. ആ നിയമം കടലാസിൽ മാത്രമായിരുന്നു. ഇപ്പോഴത്തെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ന്യൂ റൈറ്റ് ടു സർവീസ് ആക്ട്? അതിലൊന്ന്, വി ഹാവ് ഡിഫൈൻഡ് സ്പെഷ്യൽ സർവീസസ്. എല്ലാ വകുപ്പും ദ head of the department should notify the services, including the time for delivery. Failure ayal, within 6 months, all head of the department should publish notify the services with delivery time. അങ്ങനെ ചെയ്തില്ലെങ്കിൽ 10,000 ഫൈൻ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഈടാക്കും. അതാണ് ഒരു പ്രധാന ഭാഗം. ഞാൻ ചുമതലയെടുത്തതിന് ശേഷം വ്യവസായം ആരംഭിക്കുന്നതിനും അത് തുടരുന്നതിനും ആവശ്യമായ സർവീസുകൾ സമയത്ത് ലഭിക്കുമില്ലെങ്കിൽ അത് ചെയ്യാത്ത ഉദ്യോഗസ്ഥന് 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാവുന്ന നിയമം പാസ്സാക്കിയിരുന്നു. പക്ഷേ ഒരു മെസ്സേജ് കൊടുക്കാൻ പോലും ഒരു പരാതിയും ഇതുവരെ ഒന്നൊഴികെ ആ പരാതി പിന്നെ പരിഹരിക്കപ്പെട്ടു. ഒറ്റ പരാതിയും ഈ സിസ്റ്റത്തിൽ കിട്ടിയിട്ടില്ല. ഞാനതെല്ലാം ഓർഗനൈസേഷനെ വിളിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണ്ട. എനിക്കൊരു ഇമെയിൽ വന്നു, പവർ കണക്ഷൻ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് പ്ലീസ് സീ, ഇത്രേ ഉള്ളൂ. കാരണം എനിക്ക് ഐ ഹാവ് നോ ജൂറിസ്ഡിക്ഷൻ ഓൺ KSEB അല്ലെങ്കിൽ LSTD, നോ ജൂറിസ്ഡിക്ഷൻ. എന്നാൽ ഈ അതോറിറ്റി
ഏത് വകുപ്പിലും തീരുമാനമെടുക്കാനുള്ളതായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് ഇത് ഇൻഡസ്ട്രിക്ക് മാത്രമാണെങ്കിൽ, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതിന് മാത്രമാണെങ്കിൽ ഇപ്പം ഞങ്ങൾ പാസ്സാക്കിയ റൈറ്റ് ടു സർവീസ് ആക്ട് എല്ലാത്തിനും ബാധകമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, സ്പെഷ്യൽ സർവീസസ് ഉണ്ട്, അത് നോട്ടിഫൈ ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റ് 5 days കിട്ടണം. 5 days നിങ്ങൾ കിട്ടിയില്ല, 6, 7, 8, 9, 10 ആഫ്റ്റർ 5 days ഡീംഡ് ടു ബി അപ്രൂവ്ഡ്. പിന്നെ പോകേണ്ടതില്ല, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത്. സെക്കൻഡ്, എല്ലാം അങ്ങനെ നമുക്ക് ഡീംഡ് ആക്കാൻ പറ്റില്ല. സർട്ടൻ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഫോളോഡ്. അപ്പം അങ്ങനെയുള്ളതിൽ ഈ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ അതോറിറ്റിയിൽ പരാതിപ്പെടാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പീൽ അതോറിറ്റി ഉണ്ട്. ഫസ്റ്റ് അതോറിറ്റി 1,000 to 10,000, സെക്കൻഡ് അതോറിറ്റി 2,000 to 12,000 അത്രയും ഫൈൻ ഈടാക്കാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അപ്പീൽ അതോറിറ്റിയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ഓഫീഷ്യൽസാണ്. അവരൊന്നിച്ച് ചായ കുടിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഫൈൻ ഈടാക്കൽ കുറച്ച് കടുപ്പായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആസ് പെർ ദിസ് ആക്ട് വി ആർ ഗോയിങ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കമ്മീഷൻ ഫോർ റൈറ്റ് ടു സർവീസ്. ഇൻഫോർമേഷൻ കമ്മീഷൻ പോലെ സർവീസിന് ഒരു കമ്മീഷൻ, സർക്കാർ ലെവലിൽ സെക്രട്ടറി അതോ അതിന് മുകളിൽ ഹയറായ ചുമതല വഹിച്ച ഒരാളെ ഒരു കമ്മീഷനായിട്ട് നിയോഗിക്കുകയാണ്. ആ കമ്മീഷന് പരാതി കിട്ടിയാൽ നിങ്ങൾക്ക് ടൈമിൽ സർവീസ് കിട്ടിയില്ല, സർവീസ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി, it is partial, then you can approach this commission. Then commission has a power to inspect any office. ഏത് ഓഫീസും അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാം. And they can also penalize the officials and also recommend disciplinary action against the officials. ഇതിപ്പോൾ നമ്മൾ നിയമസഭ പാസ്സാക്കി. ഇത് നന്നായി പ്രൊപ്പഗൻഡ് ചെയ്യേണ്ടതാണ്. കാരണം അധികാരം ഉദ്യോഗസ്ഥരിലല്ല, ജനങ്ങളിലാണ്. പബ്ലിക് സർവൻ്റാണ്. പക്ഷെ ഒരിക്കലും നമ്മൾക്കൊരു ഉദ്യോഗസ്ഥന് മുൻപിൽ ചെല്ലുമ്പോൾ നമ്മുടെ സർവൻ്റാണ് അവിടെ ഇരിക്കണമെന്ന് തോന്നാനുള്ള ഒരു അവസരമേ ഉണ്ടാകാറില്ല. അവിടെ ഇരിക്കുന്ന ആളുടെ ഒരു സർവൻ്റാണെന്ന് മട്ടിലായിരിക്കും നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ നിൽക്കുക. എൻ്റർലി മറ്റൊരു എക്സ്ട്രീമാണ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളത്. അപ്പം അത് മാറ്റാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതും കുറേ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാലാമത്തെ കാര്യം, നമ്മുടെ ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ റാങ്കിങ്ങിൽ ഞാൻ അതിൻ്റെ ഒരു മൈക്രോ അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ നേരത്തെ നമുക്കൊരു വിമർശനം ഉണ്ടായിരുന്നു. വിമർശനം നമ്മുടെ കുഴപ്പമല്ല, യൂണിയൻ ഗവൺമെൻറ്റാണ് റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞു ഈ ബിസിനസ് ആക്ഷൻ കുറവാണ്, സിറ്റിസൺ സെൻട്രിക് റിഫോംസിനാണ് കേരളത്തിന് കൂടുതൽ. അപ്പം നമ്മളല്ല, അവരാണ് ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്. അപ്പം ഞാൻ സഭയിൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇപ്പോൾ +2 മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരാൾക്ക് ഫുൾ A+ കിട്ടി. അപ്പോൾ ഒരാൾ അയാൾ ഹ്യൂമാനിറ്റീസിനാണ് കൂടുതൽ കിട്ടിയത്, സയൻസിനല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റാങ്കിങ് നിശ്ചയിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ്. ഇത്തവണത്തേത് സിറ്റിസൺ സെൻട്രിക്കേ ഇല്ല. നമ്മളിപ്പോൾ ഫാസ്റ്റ് മൂവറായി ആദ്യം കേരളത്തെ വിളിച്ച് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഉപകാരം നൽകിയ ഈ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ബിസിനസ് റിഫോംസ്. അതിൽ ഞാൻ നോക്കിയ യൂട്ടിലിറ്റി സർവീസിൽ നമ്മൾ ഇന്ത്യയിൽ നമ്പർ 1 ആണ്. കറണ്ട് കണക്ഷൻ കിട്ടുന്നതിൽ നമുക്കൊരു പരാതിയൊക്കെ വരുമ്പോൾ നമ്മൾ പുറകിലാണെന്നാണല്ലോ കരുതാം. ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഇതിലെല്ലാം നമ്പർ 1 ആണ് നമ്മൾ. എക്കണോമിക്സിൻ്റെ റിപ്പോർട്ടിന് അനുബന്ധമായിട്ട് അവരുടെ സിസ്റ്റർ ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റഡി ഉണ്ട്, അത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. അതിലൊരു ഭാഗം ഈ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈയിൽ ഇന്ത്യയിൽ ആദ്യത്തെ 3 സ്റ്റേറ്റിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ്. എക്കണോമിസ്റ്റ് പറയുന്നത് എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കുറേ കൂടി നമ്മൾ വിസിബിളാക്കണം, ലോകത്തിന് മുൻപിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. 5th പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻവെസ്റ്റ് സബ്മിറ്റ് എന്നുള്ളതൊരു പ്രോസസ്സാണ്, നോട്ട് ആൻ ഇവൻറ്റ്. ഞങ്ങൾ ആദ്യം ഇൻവെസ്റ്റേഴ്സിനെ കേട്ടു, ഓർഗനൈസേഴ്സിനെ കേട്ടു, അതിനുശേഷം വി ഹാവ് ചേഞ്ച് സെവറൽ ആക്ട്സ് ആൻഡ് റൂൾസ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു,
പുതിയ മെക്കാനിസം വന്നു. ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി സിംപ്ലിഫൈ ചെയ്തു, ലീസ് പോളിസി സിംപ്ലിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ഇൻഡസ്ട്രീസ് പോളിസി അത് അഡോപ്റ്റ് ചെയ്തു. 22 പ്രയോറിറ്റി സെക്ടേഴ്സ് അവിടെ റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ റോഡ് ഷോ ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, ദെൻ ദുബായ്, ദെൻ ദാവോസ്, പിന്നെ ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് ഡൽഹി. അതിനുശേഷം നമ്മുടെ ഇവൻറ്റ് ഫെബ്രുവരിയിൽ. ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ NDRൻ്റെ ലോജിസ്റ്റിക് പാർക്കിന് കല്ലിട്ടപ്പോൾ IKGSൽ EOE ഒപ്പിട്ട 100ാമത്തെ പ്രൊജക്റ്റിനാണ് കല്ലിട്ടത്. 100 പ്രൊജക്ട്സ് വിത്തിൻ 8 months. നിങ്ങൾ ഇതിനു മുൻപുള്ള എല്ലാ സമ്മിറ്റും നോക്കിക്കോളൂ. ഞങ്ങൾ നടത്തിയതാകാം, ജിം എമർജിങ് കേരള, ഇങ്ങനെ എല്ലാം നോക്കിക്കോളൂ. എപ്പോഴും സഭയിൽ ചോദ്യം വരുമല്ലോ. അപ്പോൾ വിവരം ശേഖരിച്ച് വരുന്നതേയുള്ളൂ. അങ്ങനെ ഒരു മറുപടി ഉണ്ട്, വളരെ എളുപ്പമാണ്. പക്ഷെ ഇപ്പോൾ വി ഹാവ് കോൺക്രീറ്റ് ഡാറ്റ. ഐ ഹാവ് മൈ ഓൺ ഡാഷ്ബോർഡ്, എവറിത്തിങ് അവൈലബിൾ ഓൺ ദാറ്റ്. ഇവർ KSIDC ബോർഡ്, പ്രത്യേകിച്ചും അജു ഉൾപ്പെടെയുള്ളവർ എവറി വീക്ക് അവരിത് റിവ്യൂ ചെയ്യുന്നുണ്ട്. എവറി വെനസ്ഡേ ഞാനൊരു മിനിമം 1 hour റിവ്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ around 30% we could convert it to construction stage. I hope in the coming January we could convert 40% of the EOE to construction stage. 40%. ഇന്ത്യയിൽ ഇതുവരെയുള്ള ഇൻവെസ്റ്റ് സബ്മിറ്റുകളിൽ ആവറേജ് റിയലൈസേഷൻ എന്നുള്ളത് around 10 to 15% ആണ്. നമുക്കിപ്പോൾ തന്നെ 30% കഴിഞ്ഞു. 40-50 ചിലത് അത്ര എളുപ്പമായിരിക്കില്ല. ലാൻഡ് ഇല്ലാത്ത ചില പ്രൊജക്റ്റുകളുണ്ട്. എങ്കിൽ പോലും വലിയ മാറ്റം നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നീങ്ങിയാൽ ഇവിടെ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ നേരത്തെ വർക്ക് ഫ്രം കേരള നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ ആദ്യത്തെ മീറ്റിങ്ങിൽ, ഇൻട്രാക്റ്റീവ് സെഷനിൽ ആളുകൾ പറഞ്ഞു 2 കാര്യം. ഒന്ന്, കേരളം ഒരു ഓൾഡ് ഏജ് ഹോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്യാൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ 2 ഭാഗമുണ്ട്. ഒന്ന് മൈഗ്രേഷൻ, പിന്നെ ഓൾഡ് ഏജ് ഹോം. ഞാനപ്പോൾ ആ ഇൻട്രാക്ഷൻ്റെ ലാസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറഞ്ഞു, ഈ മൈഗ്രേഷൻ നമുക്ക് റിട്ടേൺ മൈഗ്രേഷൻ ആക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ട് കണ്ടില്ലേ? എനിബഡി ഈസ് അവെയർ ഓഫ് ദാറ്റ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് ഓൺ റിട്ടേൺ മൈഗ്രേഷൻ? 1 at the back row, 2, 3, 4, 5, 6. Only 6. Oh, you are also always. LinkedIn, I think all of you are the members of the LinkedIn. എല്ലാവരും മെമ്പേഴ്സ് അല്ലേ? മെമ്പേഴ്സ് അല്ലാത്തൊരു കൈ പോയി. വെരി ലിമിറ്റഡ്, 4 or 5. എല്ലാവരും എൻ്റെ പോസ്റ്റുകൾ ഫോളോ ചെയ്യുന്നില്ലേ? ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ടാലന്റ് പൂൾ ഗ്രോത്ത് റേറ്റിൽ കേരള ഇസ് നമ്പർ 1 വിത്ത് 172% ഗ്രോത്ത് റേറ്റ്. ടാലന്റ് പൂളിൽ വി ആർ ഇൻ ദ 9th പൊസിഷൻ. ഓൾമോസ്റ്റ് സെയിം ഇൻ ദ എക്കണോമിക്സ് റാങ്കിങ്, 9th പൊസിഷൻ. പക്ഷേ ടാലന്റ് പൂൾ ഗ്രോത്ത് റേറ്റ് 172%, നമ്പർ 1. പക്ഷെ അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്, ജാൻ ടു ജൂലൈ വരെ കേരളത്തിലേക്കുള്ള റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ എന്നുള്ളത് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദ അപ്ഡേഷൻ ഓഫ് ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് 40,000. എന്നുവെച്ചാൽ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഷിഫ്റ്റഡ് ടു കൊച്ചി, ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് തന്നെ പുള്ളി അപ്ഡേറ്റ് ചെയ്യും, കൊച്ചിയിലേക്ക് മാറി. അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരാൾ ട്രിവാൻഡ്രത്തേക്ക് മാറി, അല്ലെങ്കിൽ മറ്റ് UK ഒരാൾ മാറി. അങ്ങനെ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മലയാളികളായ 40,000 പ്രൊഫഷണലുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതുവരെ നമ്മൾ മൈഗ്രേഷനാണ് ഡിസ്കസ് ചെയ്തെങ്കിൽ നൗ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഓൾസോ സ്റ്റാർട്ടിങ്. അതൊരു വളരെ നല്ല ഒരു ലക്ഷണമാണ്. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം. ഇപ്പോൾ GCC, ഇപ്പോൾ 47 GCC ഉണ്ട്. ഞാൻ ഇന്നത്തെ അപ്ഡേഷൻ 47 GCCs ഉണ്ട് കേരളത്തിൽ. GCC നോട്ട് കൺഫൈൻ ടു IT ആക്ടിവിറ്റീസ്. സം എക്സ്പെർട്സ് ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. നോ. somebody is trying to compartmentalize this. No. മാനുഫാക്ചറിങ് ഉണ്ട്, പല മേഖലകൾ, ഓരോ മേഖലയിലും നമ്മൾ നോക്കുന്നുണ്ട്. GCC ആണ് കേരളത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് ശക്തിപ്പെടുത്താൻ പറ്റുന്നതും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രധാനപ്പെട്ട ഘടകം. GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ആൻഡ് ഗ്ലോബൽ ടെക്നോളജിക്കൽ സെൻറ്റർ. ഈ അംബ്രയിൽ തന്നെ ഗ്ലോബൽ GTC ഈസ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഇനിയും ശക്തിപ്പെടുമ്പോൾ നമ്മൾ ഇത്തരം ഫെസിലിറ്റീസ് ഒരുക്കണം. ഹൈടെക് മാനുഫാക്ചറിങ്, സ്പേസ് ആദ്യം തുമ്പയിൽ നിന്ന് റോക്കറ്റ് പോയപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം നിയമസഭ രേഖകൾ നോക്കി. അന്ന് എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇത് കണ്ടത് ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പം അന്നത്തെ വ്യവസായ മന്ത്രി പറയുന്നുണ്ട്, ഇവിടെ ഒരു MSME പാർക്ക് ആരംഭിക്കും സ്പേസിന് വേണ്ടി. എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കും അലോട്ട്മെൻറ്റിൽ. ഇപ്പോഴാണ് നമ്മൾ ഒരു സ്പേസ് പാർക്കിലേക്ക് എത്തിയത്. അന്നത്തെ തുമ്പയിൽ നിന്ന് ആദ്യം പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സ്പേസ് പാർക്ക് പുതിയ GCC അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ ഒരുക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നേരത്തെ പോയി എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരണം നമ്മൾ വാശി പിടിക്കേണ്ട കേട്ടോ. ആളുകൾ പൊക്കോട്ടെ, കാരണം പല ഓപ്പർച്യൂണിറ്റീസും പലയിടത്തുണ്ടാകും, പോകാം. പിന്നെ നേരത്തെ പോയ സെക്കൻഡ് ജനറേഷൻ ഒന്നും ഇങ്ങോട്ട് വരില്ല. പിന്നെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരുക്കിയാൽ ഇപ്പോൾ ഉള്ള ആളുകൾക്കും അടുത്ത് പോയവർക്കെല്ലാം നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യം ഞാൻ പറയുന്നു. ഇതേപോലെ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. സെക്കൻഡ് പാർട്ട്, വൃദ്ധസദനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആസ് എ മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് ഞാനതൊരു മോശമായിട്ട് കാണുന്നില്ല. അവിടെയും ഒരു ബിസിനസ് സ്കോപ്പ് ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് 2021 ലോകത്തുള്ള എല്ലാവരും പ്രായമാകുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ. നല്ല വായു, നല്ല വെള്ളം. ലോകത്തെവിടെയാണെങ്കിലും മരിക്കുന്നതിന് മുൻപ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം ഉണ്ടാവും. കെയർ ഹോമിലാണെങ്കിലും മലയാളി ഉണ്ടാവും. നിങ്ങൾ UK നേഴ്സ് നിങ്ങളുടെ കൈ പിടിക്കാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും. മദറിന് സുഖമില്ല, അപ്പോൾ പിടുത്തത്തിന് മുറുക്കുണ്ടാവില്ല. ഇവിടെയാണെങ്കിൽ മദറിന് ഭക്ഷണവും മരുന്നും കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളെ നന്നായി ശുശ്രൂഷിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല, പ്രായമായ ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കൊളംബിയ പസഫിക് ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ സീനിയർ ലിവിങ് കിഴക്കമ്പലം പഞ്ചായത്തിൽ കല്ലിട്ടു. വലിയ 465 അപ്പാർട്ട് സീനിയർ ലിവിങ്. അപ്പോൾ പ്രായമായ ലോകത്തുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. they are planning for another 2, one in Trivandrum, one in Calicut, തൃശ്ശൂർ ഓൾസോ, കോട്ടയം. ഇനി മറ്റൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൂടി ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലംബോർഗിനി. അവരും ഈ സീനിയർ ലിവിങ്ങിലേക്ക്. അപ്പോൾ അവിടെ ഒരു ബിസിനസ് സാധ്യതയുണ്ട്. മലയാളിക്ക് മാത്രമല്ല, ലോകത്തെല്ലാവർക്കും വരാം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ബിസിനസ്സിനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഇത് എന്തുകൊണ്ട് സാധ്യമായി? അതാണ് എൻ്റെ ലാസ്റ്റ് പോയിന്റ്. ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഗവൺമെൻറ്. കണ്ടിന്യൂറ്റി ഓഫ് ദ ഗവൺമെൻറ് മീൻസ് കണ്ടിന്യൂറ്റി ഓഫ് ദ പോളിസീസ്. ഒരു തുടർച്ചയുണ്ടായി. 2016, 2021 കഴിഞ്ഞ് 2021 ഒരു തുടർച്ചയുണ്ടായി. ഞാൻ മിനിസ്റ്ററാകുമ്പോൾ എനിക്ക് 2021 വരുമ്പോൾ പുതിയ പോളിസീസ് എങ്ങനെ, അത് സമയം എടുക്കേണ്ടി വന്നില്ല. നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ ഗിയർ മാറിക്കൊണ്ടിരിക്കുക. എനിക്കൊരു സെക്കൻഡ് ഗിയറിൽ കിട്ടി, പിന്നെ ഞാൻ 3rd ഗിയർ, 4th ഗിയർ, 5th ഗിയറിലേക്ക് മാറ്റും. പക്ഷെ നിങ്ങളുടെ വണ്ടി നിന്ന് പോയാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം, ഓയിൽ നോക്കണം, എല്ലാം നോക്കിയെടുക്കാൻ തന്നെ 2 വർഷം എടുക്കും. ഏത് മാറ്റം വന്നാലും പിന്നെ ഗിയർ മാറി വരുമ്പോഴേക്കും 5 വർഷം കൊണ്ട് സെക്കൻഡ് ഗിയറിലെത്തുള്ളൂ. എന്നാൽ കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇപ്പം നമ്മൾ ടോപ്പ് ഗിയറിലേക്ക് എത്തിയിട്ടുണ്ട്.
ഈ കണ്ടിന്യൂറ്റി തുടരുകയാണെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഇവിടെ തന്നെ ജോലി ചെയ്യാനും ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും ഇവിടെ വരാനും കഴിയുന്ന സാഹചര്യമുണ്ടാകും. ഇങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ടായി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അവന് ടായിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് അവാർഡിന് അർഹരാകുന്ന ഉൾപ്പെടെ പ്രഖ്യാപിച്ചുവെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.